ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നീ പോകുന്നത് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ്. നമ്മൾ ശനിയാഴ്ച വൈകിട്ട് അനിയത്തിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിനടുത്തായിട്ടാണ് കേട്ടോ ആറ്റുകാൽ ദേവി ക്ഷേത്രം വരുന്നത്. അപ്പോൾ നടന്നു പോകാനാണെങ്കിൽ ഒരു 10-20 മിനിറ്റൊക്കെ നടക്കണം. നമ്മൾ വണ്ടിയിലാണ് കേട്ടോ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് അതിൻ്റെ അടുത്തായിട്ട് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഈ വണ്ടികളെല്ലാം അമ്പലത്തിൽ വന്നതാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു. കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ 9:30-10 മണി ആയിട്ടുണ്ടായിരുന്നു. അമ്മ സാരിയുടെ തുമ്പൊക്കെ ശിവകുട്ടന് തലയിലിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് നാരങ്ങ ഇങ്ങനെ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന കൗണ്ടറുകളിലാണ് കേട്ടോ നാരങ്ങ വിളക്കിൻ്റെയൊക്കെ രസീത് എഴുതുന്നത്. ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആളുകളും നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര നാരങ്ങ വിളക്കാണോ രസീത് എഴുതുന്നത് അത്രയും നാരങ്ങ വെച്ച് തരും കേട്ടോ. അപ്പോൾ നാരങ്ങയ്ക്കകത്ത് എണ്ണ ഒഴിച്ച് തിരിയിട്ട് തരും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വിളക്കിൽ നിന്ന് കത്തിച്ചിട്ട് അതിനെയും കൊണ്ട് ദേവിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇതവിടെ കൊണ്ട് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ ഓരോ വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ ശിവക്കുട്ടനും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിനി നേരെ അവിടെ കാണുന്ന വിളക്കുകളിൽ കൊണ്ട് വയ്ക്കാൻ പോവുകയാണ്. ഒത്തിരി ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. വരുന്ന ഒട്ടുമിക്ക ആൾക്കാർ നാരങ്ങ വിളക്ക് കത്തിച്ചിട്ടാണ് കേട്ടോ അകത്ത് കയറി പ്രാർത്ഥിക്കുന്നത്. ഇത് സാധാരണ വിളക്കാണ് കേട്ടോ കത്തിച്ചത്. കുടുംബ വിളക്കുണ്ട്, ഐശ്വര്യ വിളക്കുണ്ട്, മാംഗല്യ ഭാഗ്യ വിളക്കുണ്ട്. അങ്ങനെ ഒത്തിരി വിളക്കുകളുണ്ട്. അതനുസരിച്ച് റേറ്റും വ്യത്യാസപ്പെട്ടിരിക്കും. എന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തിനുള്ളിലേക്ക് കയറാനാണ് കേട്ടോ പോയത്. അവിടെ നല്ല നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ. പിന്നെ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ തുലാഭാരം നടക്കുന്നത് കണ്ടു. അവരുടെ ഫോട്ടോ സെക്ഷനൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ കുളത്തിലേക്കാണ്. അവിടെ കുളത്തിൽ ഒത്തിരി മീനുകളും ആമകളൊക്കെ ഉണ്ട്. ശിവക്കുട്ടൻ ഇവിടെ വന്ന് ഇങ്ങനെ ആമകളെയും മീനുകളെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം അവ ഒത്തിരി നേരം അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയൊക്കെ കൊണ്ടൊക്കെ നിന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മീനിനെ ആമയൊക്കെ പിടിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുവാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ അമ്പലത്തിൽ ഒത്തിരി കല്യാണങ്ങളുണ്ടായിരുന്നു. അതിലൊരു കല്യാണം നമ്മളും കണ്ടു കേട്ടോ. നമ്മളവിടെ നിന്ന സമയത്തായിരുന്നു കേട്ടോ ഈ കല്യാണം നടന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ദേവിക്ക് കൊടുക്കുന്ന സാരിയും വിളക്കും ഒക്കെ ഇങ്ങനെ ലേലത്തിന് വിൽക്കുന്നതാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി അവരിങ്ങനെ ഓരോ സാരി എടുത്ത് 300 രൂപ മുതലാണ് കേട്ടോ പറയുന്നത്. നമ്മൾ അതിനേക്കാളും കൂട്ടി 50 രൂപ കൂട്ടി വിളിക്കണം. അപ്പോൾ ആരാണോ കൂടുതൽ വിളിക്കുന്നത് അവർക്ക് അത് കൊടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ചട്ടമ്പിസ്വാമിയുടെ അവിടെയും കയറി തൊഴുതിട്ട് ഇനി നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടെ തറയൊക്കെ നല്ല ചുട്ട് പഴുത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ശിവക്കുട്ടനെ ഇങ്ങനെ നടത്തിക്കുന്ന കണ്ടിട്ട് ആ അമ്മുമ്മ പറഞ്ഞു കുഞ്ഞിനെ എടുത്തിട്ട് പോകും, കാല് പൊള്ളുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ വണ്ടി കയറി പോവുകയാണ്. അപ്പം അനിയനും ഇവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇനി നമ്മൾ അവരെയും കൂട്ടി നേരെ പോകുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണ്. അനിയൻ്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. ഇതാണ് കേട്ടോ അവരുടെ വീട്. അപ്പോൾ ഈ നിൽക്കുന്നതാണ് കേട്ടോ ബർത്ത്ഡേ ഗേള്. അവൾ ഇങ്ങനെ നമ്മൾ വന്നപ്പോൾ ഓരോരുത്തരായിട്ട് അവളുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. അപ്പം അവിടെ അവരുടെ വീടിൻ്റെ അകത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ആ കുട്ടിയുടെ അമ്മയച്ഛനും. അപ്പം അവർ ചേർന്ന് കുട്ടിയുടെ കൈ പിടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തതിന് ശേഷം കേക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് പാറു എന്നാണ്, യഥാർത്ഥ പേര് പ്രത്യക്ഷ എന്നാണ്. അപ്പോൾ ആ ചേട്ടനും ചേച്ചിയൊക്കെ അവൾക്ക് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഓരോരുത്തരായിട്ട് ഗിഫ്റ്റും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. വന്നവർക്ക് എല്ലാവർക്കും കേക്ക് കൊടുത്തു. നല്ല കേക്കായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ ബോളൊക്കെ എടുത്ത് ശിവക്കുട്ടൻ കളിക്കുമായിരുന്നു. സ്മൈലിയുടെ ബോളുകളായിരുന്നു കേട്ടോ. പിന്നെ ആ കുട്ടിയുടെ തൊപ്പിയും ബോളൊക്കെ വെച്ച് അവനിങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നോക്കട്ടെ, ഒന്നുമില്ല. പുതിയതാ
ഇത് സത്യത്തെ ഒരു മേജിക് അറിയാം. ഒരു മെജീഷ്യൻ തന്നെ. നമുക്കവിടെ കഴിക്കാൻ ഇടിയപ്പവും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു, എല്ലാം അടിപൊളി ഫുഡായിരുന്നു. കേക്ക് സൂപ്പറായിരുന്നു. അങ്ങനെ ഇന്നലെ നമ്മൾ അനിയത്തിയുടെ വീട്ടിൽ വന്നപ്പോൾ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ. അനിയൻ്റെ കൈ കാണുന്നത് ചക്ക വന്ന് വെട്ടിയതാണ്, പക്ഷേ കയ്യിലായിപ്പോയി വെട്ടുകൊണ്ടത് 2 സ്റ്റിച്ചൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെയുള്ള എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഇറങ്ങി നേരെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവരുടെ വീടും അവരുടെ വീടിന് തൊട്ടടുത്തെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് വരണം, അത്ര വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ അനിയത്തിയുടെ വീട്ടിൽ വന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 6 മണിയായി. ഇനി നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. കുറച്ചും കൂടി നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഉറങ്ങിപ്പോയി. അത് കാരണം ഈ സമയമായി. അപ്പോൾ നമ്മൾ കോവളം ബീച്ചിൽ പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ അത് പാളിപ്പോയി. പ്ലാൻ ബി പിന്നെ ശംഖുമുഖമാക്കി. അവിടെ നേരെ ശംഖുമുഖത്തോട്ടാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വരുന്നതൊക്കെ കണ്ടു. ഇത് എയർപോർട്ടിൻ്റെ ഭാഗമാണ്. ഇത് ശംഖുമുഖം ദേവീക്ഷേത്രമാണ്. നല്ല രസമുണ്ട് കേട്ടോ. അവിടുത്തെ മതിലൊക്കെ കാണാൻ ഒത്തിരി ശംഖും പിന്നെ ആ ദേവിയുടെ വിഗ്രഹമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ശംഖുമുഖം ബീച്ചിലിറങ്ങിയില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് വെട്ടുകാട് പള്ളിയിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പള്ളിയിൽ വരുന്നത്. അനിയനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ തലയിൽ ദൈവം വരച്ചിരിക്കുന്നത് ഇവിടെ വരാനായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ ഇന്നിവിടെ എത്തിയത്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോഴും ഇവിടെ നല്ല തിരക്കായിരുന്നു, പക്ഷേ അവർ പറഞ്ഞത് പൊതുവെ ഇത്രയും തിരക്കൊന്നും അവർ വന്നപ്പോൾ ഉണ്ടായിട്ടില്ല. ഇന്ന് അങ്ങനെ നമ്മൾ പള്ളിയിൽ അകത്ത് കയറിയപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്ത് വിശേഷമാണെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തിറങ്ങി. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ 2.5 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് കേട്ടോ. ഇത് ക്രൈസ്തവ ദേവാലയം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇവിടുത്തെ പിന്നെ ലത്തീൻ അതിരൂപതയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് വെട്ടുകാട് പള്ളി. മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദേ ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മാദ്രെ ദേ ദേവൂസ് എന്ന നാമമാണ് ഈ ദേവാലയത്തിന് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അമ്മ എന്നാണ് കേട്ടോ ഈ പദത്തിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ അവിടെ ഈ അടുത്തായിട്ട് ഓപ്പൺ ചെയ്ത ചാപ്പലിൻ മ്യൂസിയം ഉണ്ട്. അതാണ് കേട്ടോ ഈ കാണുന്നത്. അത് കയറി വരുമ്പോൾ തന്നെ ഒരു കേവിൻ്റെ രൂപത്തിലാണ്. അവിടെ നിന്ന് കയറി ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ശില്പങ്ങളും ചുമർചിത്രങ്ങളും പഴയകാല ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും പിന്നെ പുരോഹിതന്മാരുടെ തിരുവസ്ത്രങ്ങളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ കർത്താവിൻ്റെ തന്നെ ഒത്തിരി പ്രതിമകളും കന്യാമറിയത്തിൻ്റെ ഒക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതിൻ്റെ അകത്ത് വന്ന് കാണണം വരുന്നവർ. ഇവിടെ ദൈവം വിചാരിച്ച് ഇവിടെ വന്നത് ഇതൊക്കെ കാണാനായിരിക്കും. എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ കയറി പോകുന്നത് ഒരു 3D എഫക്റ്റ്, നമുക്ക് ഒരു കടലിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നതായിട്ട് തോന്നും കേട്ടോ. നല്ല തണുപ്പ് ഇതൊക്കെയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തായിട്ട് തന്നെ ഒരു പ്രെയർ റൂമൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് മൊബൈലൊന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ അവിടെയും കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഈ സ്ഥലവും ഒത്തിരി ഇഷ്ടപ്പെട്ടേ. വരുന്നവർ ഇതിൻ്റെ അകത്ത് കയറാതെ പോകരുത്. ഒത്തിരി നല്ല സ്ഥലം കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ യേശു ക്രിസ്തു ഇങ്ങനെ കുരിശൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പ്രതിമ പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് മുത്തുകുടകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കന്യാമറിയത്തിൻ്റെതാണ്. ഇങ്ങനെ ഒത്തിരി രൂപങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഇന്ത്യൻ ഭാഷകളിലുള്ള ബൈബിളുകളാണ്. പിന്നെ ഇത് പുരോഹിതന്മാരുടെ തിരുവസ്ത്രങ്ങളും ഇതൊക്കെയാണ്. എന്നിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളിനി പുറത്തോട്ട് ഇറങ്ങുവാണ്. പുറത്തോട്ടിറങ്ങി പിന്നെ നമ്മൾ പോയത് ഈ നേർച്ച എണ്ണയും നേർച്ച നൂലൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ഇങ്ങനെ എണ്ണയും നൂലൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നൂല് നമുക്ക് കയ്യിൽ കെട്ടാം. പിന്നെ നമ്മളവിടെ നിന്നപ്പോൾ ഒരു അച്ഛൻ ആൾക്കാരെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് കണ്ടു. അങ്ങനെ നമ്മളും പോയി അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതിങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചിട്ട് ഇങ്ങനെ മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമാണ്. നമ്മളും പോയി കത്തിച്ചു. അത് നല്ല ചൂടായിരുന്നു കേട്ടോ. കൈക്ക് ചെറിയൊരു പൊള്ളലും കിട്ടി. അവിടെ നേരെ പോയത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബീച്ചിലേക്കാണ്.
അവിടെ നിന്ന് വന്ന പാടെ തന്നെ കരഞ്ഞ് വിളിച്ച് അമ്മാമ്മയെ കൊണ്ട് കളിപ്പാട്ടം വാങ്ങിപ്പിച്ചു. അവന് കടലിൻ്റെ അടുത്ത് നിന്നിരുന്ന് മണ്ണ് കോരി കളിക്കാനെന്നാണ് പറഞ്ഞത്. ഈ പാത്രമൊക്കെ അവൻ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടോ അവൻ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളവിടെ എത്തിയിട്ട് ഒരു ഐസ്ക്രീം കുടിച്ചു. ഞാനിങ്ങനെ കോണിലിങ്ങനെ ഫില്ല് ചെയ്യുന്ന ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയത്, റെഡ് വെൽവെറ്റിൻ്റെ. ബാക്കി എല്ലാവരും സാധാ കോൺ ഐസ്ക്രീമാണ് വാങ്ങിയത്, പക്ഷേ എൻ്റെ അത് കൊള്ളത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനും മോനും കൂടി ഇവിടെ വന്നിരുന്ന് കളിക്കുവാണ്. ആ കളിപ്പാട്ടമൊക്കെ വച്ച് മണ്ണിൽ കളിക്കുവാണ്. അവന് ഒത്തിരി സന്തോഷമായി കേട്ടോ. അവൻ ഈ കളിപ്പാട്ടം കിട്ടിയപ്പോൾ അതിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അച്ഛനും മോനും കൂടി അവിടെ നിന്ന് കളിച്ചു. അങ്ങനെ നമ്മൾ കടലിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് കടലിലെ വെള്ളത്തിൽ കുറേ നേരം ഇറങ്ങിയിരുന്നു കേട്ടോ. അവസാനമാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇങ്ങനെ തിര വന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത തിരയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങ് താഴോട്ട് ഇറങ്ങാൻ കോസ്റ്റ് ഗാർഡ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരോട്ട് മാറിയാണ് കേട്ടോ നിന്നത്. പിന്നെ അവിടെ വെള്ളത്തിലേക്ക് കുറച്ച് നേരം കളിച്ചതിന് ശേഷം തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങിച്ചു. അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങി നമ്മളെല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. കാരണം വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കണം. അനിയത്തി ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചു. അങ്ങനെ നമ്മളിനി തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഈ സൺഡേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു.